മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകുന്നത് കുറ്റിപ്പുറം മർക്കസ് മൂടാൽ ചിറ്റകത്ത് മുഹമ്മദ് കുട്ടി ഹാജി മർദ്ദനത്തിൽ പരിക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതികളെ പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് മുഹമ്മദ് കുട്ടി ഹാജിയുടെ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേസിൽ പ്രതികൾ ആയ മുഹമ്മദ് കുട്ടി ഹാജിയുടെ സഹോദരന്റെ മക്കൾ കേരളത്തിന് പുറത്ത് എവിടെയോ ഒളിവിൽ കഴിയുന്നതായാണ് സൂചന. ചിറ്റകത്ത് ആലിയാംകുട്ടിയുടെ മക്കളായ മുഹമ്മദ് അസ്കർ, അബ്ദുൾ സലാം എന്നിവർ ആണ് കേസിലെ പ്രതികൾ. കുറ്റിപ്പുറം മൂടാൽ ചിറ്റകത്ത് മുഹമ്മദ് കുട്ടി ഹാജി മരിച്ചിട്ട് 2 ആഴ്ച പിന്നിട്ടിരിക്കുന്നു. ഒരു തർക്കവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ അനിയൻ്റെ മക്കൾ അദ്ദേഹത്തെ മർദ്ദിക്കുകയായിരുന്നു. ഡിസംബർ 18 സംഭവം ഉണ്ടായത്. അതിനുശേഷം ജനുവരി 8 ചികിത്സയിലിരിക്കെ അദ്ദേഹം മരിച്ചത്. മർദ്ദനത്തിൽ അദ്ദേഹത്തിൻ്റെ വാരിയെല്ലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ കയറി ന്യൂമോണിയ ബാധിച്ചു. അങ്ങനെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. ഈ സംഭവം ഉണ്ടായതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ അനിയൻ്റെ മക്കൾ ഒളിവിലാണ്. ഇതുവരെ പോലീസിന് അവരെ പിടികൂടാനായിട്ടില്ല. അവരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് മുഹമ്മദ് രാജയുടെ മക്കൾ പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അന്വേഷണം എവിടെയും എത്താത്തതിൻ്റെ ഒരു വിഷമമാണ് ഇവർക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇപ്പോൾ പോലീസ് പറയുന്നത് പ്രതികളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഫോൺ ഉപയോഗിക്കാത്തതിൻ്റെ പേരിൽ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നലെ അടുത്ത് തന്നെ അവരെ പിടിക്കപ്പെടും, ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് സംഭവം ഉണ്ടായത്? എന്താണ് സംഭവം? പിന്നെ തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അവകാശ മുതലാണ്, കിട്ടിയ മുതലിക്ക് തേങ്ങ എടുക്കാൻ വേണ്ടി പോയതാണ്. ഉപ്പയും പെങ്ങളും ഞങ്ങളിവിടെ ഉണ്ടായിട്ടില്ല, ഞങ്ങൾ വിദേശത്തായിരുന്നുണ്ടായിരുന്നത്. ഈ സംഭവം അറിഞ്ഞ് ഹോസ്പിറ്റലിൽ ICUലായതിന് ശേഷമാണ് ഞാൻ എത്തുന്നത്. അനിയനും വരുന്നത് പിന്നെ മരിച്ചിട്ടാണ് ഇവിടെ എത്തുന്നത്. പിന്നെ സലാം എന്ന് പറഞ്ഞ ആള് പിന്നെ മർദ്ദിച്ച് അവിടുന്ന് താഴത്തിന് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായി. അങ്ങനെ അവിടുന്ന് കുറച്ച് മുകളിൽ കണ്ട് പോകുന്നതിന് ശേഷം ഇവൻ ഈ സലാം ഒരു അനിയുണ്ട്, അസ്കറിനെ ഫോൺ ചെയ്ത് വിളിച്ച് എത്തിയിട്ട് പള്ളിയിലിട്ട് അവിടെ ഇട്ടിട്ട് കൈകാര്യം ചെയ്ത് ചവിട്ടി. അതിലാണ് ഗുരുതരമായ പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വാക്ക് തർക്കം കയ്യാങ്കളി അത് ഓൾറെഡി അത് നമ്മളൊരു കോടതിയിൽ ഇരിക്കുന്ന കേസാണ്. കാരണം വഴി തർക്കം വന്നപ്പോൾ നമ്മളതൊരു കോടതിയിൽ ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടി. ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ അസ്കറിനെയും പിന്നെ സലാമിനെയും പിന്നെ അലിയമുട്ടാൻ ഉപ്പാനെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് സംസാരിച്ചിട്ട് അവർ പറഞ്ഞിട്ട് ഇവർക്ക് ഇഞ്ചക്ഷൻ ഓർഡർ ഉണ്ടല്ലോ, പിന്നെന്താ വഴി ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് താഴത്തേക്ക് പോയിട്ടുള്ളത്, തേങ്ങ എടുക്കാൻ വേണ്ടി പോയത്. ഈ സംഭവം ഉണ്ടായതിന് ശേഷം ഈ അസ്കറും അദ്ദേഹത്തിൻ്റെ സഹോദരനും അവർ സ്ഥലം വിട്ടോ? ഒടുവിലാണ് അന്ന് മുതൽ പോയിട്ടില്ല. സംഭവം കഴിഞ്ഞ് ഒരാഴ്ച കൂടുതൽ ഹോസ്പിറ്റലൈസ് ആയിട്ടാണ് മരിക്കുന്നത്. ഈ മരിച്ച വിവരം അറിഞ്ഞതിന് ശേഷമാണ് അവർ മുങ്ങിയിട്ടുള്ളത്. എന്താ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താ പറഞ്ഞത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ഭാര്യല് പൊട്ടി, പിന്നെ ശ്വാസകോശത്തിന് തളച്ചിട്ടാണ് പിന്നെ ന്യൂമോണിയ വന്നിട്ട് മരിച്ചതാണ് റിപ്പോർട്ട്. പിന്നെ ഡിസ്കിനും പൊട്ടുണ്ട്. അത് നല്ല 3 പൊട്ടാണ്, നല്ല പൊട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സംബന്ധിച്ച് നിങ്ങൾ അനിയന്മാരെ പോലെ കണ്ടവരാണ് ഇത് ചെയ്തത്? അതെ, അനിയന്മാർ ഇവർ ഒരിക്കലും ഇങ്ങനെ ചവിട്ടി ഭാര്യയിൽ ഒടിക്കുന്നു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം തൃപ്തികരമല്ലാന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, പോലീസ് കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അവർ എന്താണ് പ്രതികളെ പിടിക്കാൻ പറ്റാത്തത് എന്ന് കറക്റ്റായിട്ട് പറയുന്നില്ല. അവർ മുൻകൂർ ജാമ്യം ജില്ലാ കോടതിയിൽ നിന്ന് തള്ളിയിട്ടുണ്ട്. പിന്നെ ഇനി എന്തായാലും ഹൈക്കോടതിയിൽ ഒരു ജാമ്യത്തിന് മൂവ് ചെയ്യും. പക്ഷെ മൂവ് ചെയ്യുന്ന സമയത്ത് CI പറഞ്ഞിട്ടുണ്ട് നമ്മളെ അറിയിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2 ദിവസമായല്ലോ ഇപ്പോൾ. ഇപ്പോഴും പിടി കിട്ടാത്തത് കൊണ്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘം നിയോഗിക്കുന്നതാവും നന്നാവുക. അവരിങ്ങനെ ഓരോ സ്റ്റേറ്റ് ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കുകയാണ്. സ്ഥിരമായിട്ട് ഫോൺ ഉപയോഗിക്കുന്നില്ല. പിന്നെ കുറച്ച് സമയം ഫോൺ ഉപയോഗിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാണ്. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഫോൺ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ആവശ്യം കഴിഞ്ഞിട്ട് വീണ്ടും ഓഫാക്കിയിട്ടാണ്. അപ്പോൾ പോലീസിനും അത് വെല്ലുവിളിയാണ്. അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ഏറ്റവും നമ്മളൊക്കെ അനിയൻ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായമുള്ള അനിയനാണ്, ഇത്ര പക്വത എത്തിയ ഒരാളാണ്. പക്ഷെ അവനിങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയുന്നതല്ല. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് പ്രതികളെ ഇപ്പോൾ മറ്റ് സംസ്ഥാനത്ത് എവിടെയാണുള്ളത് അവരെ കണ്ടെത്താനുള്ള നടപടി ഊർജിതമാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പോലീസിന്റെ ഭാഗത്തുള്ള പ്രധാന വെല്ലുവിളി ഈ പ്രതികൾ മൊബൈൽ ഫോൺ അധികം ഉപയോഗിക്കുന്നില്ല, ഓൺ ചെയ്യുന്നത് തന്നെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ടാണ്. അതുകൊണ്ട് അവരെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയും പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടാൻ സാധിക്കണമെന്ന ഒരു അഭ്യർത്ഥനയാണ് ഈ കുടുംബത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്. അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, News 18.